പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ചുമ്മാ ഒരു 5-6 കാര്യങ്ങൾ പറയാമോ? സാധുക്കളെ സഹായിക്കുന്നത്, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്ത തോന്നും. പക്ഷെ അതൊന്നുമല്ല. നമുക്ക് ഈ ഭൂമി ലോകത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നമ്മളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡെവലപ്പ് അവർ സെൽസ്. നമ്മളെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാ ഗുണം? എല്ലാവർക്കും ഗുണം. നമ്മളെ ഡെവലപ്പ് ചെയ്യും. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. നമ്മുടെ കയ്യിലുള്ള ക്യാൻവാസ് എന്താണ്? നമ്മുടെ ലൈഫ്. അത് വെച്ചൊരു മാസ്റ്റർ പീസ് എന്ത് ചെയ്യുക? തയ്യാറാക്കുക. റെഡി? നമ്മൾ തന്നെ ഒരു സൂപ്പർ കഥാപാത്രമായിട്ട് മാറിയാൽ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം എന്താണ്? എല്ലാവർക്കും ഗുണമുണ്ടാവും. ഒരാളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഡോക്ടറെ, നെറ്റിയിൽ കൈവച്ച് നോക്കി, നെറ്റിയിൽ വേദന. ചെള്ളയിലും കൈവച്ച് നോക്കി, ചെള്ളയിലും വേദന. കഴുത്തെ കൈവച്ച് നോക്കി, കഴുത്തേലും വേദന. വയറെ കൈവച്ച് നോക്കി, വയറേലും വേദന. ഡോക്ടർ കൈ ഇഞ്ഞ് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. കയ്യിലാ മുറിവ്. നെറ്റിയിൽ പ്രോബ്ലം ഇല്ല, ചെള്ളയിലും പ്രോബ്ലം ഇല്ല, കഴുത്തിലും പ്രോബ്ലം ഇല്ല, വയറിലും പ്രോബ്ലം ഇല്ല. എവിടെ പ്രോബ്ലം? നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാണെങ്കിൽ ആരാ പ്രശ്നത്തിൻ്റെ കാരണം? നമ്മളെ. ചിലർ പറയും, എന്തൊരു മനുഷ്യർ, എന്തൊരു ലോകം ഇത്. സ്കൂളിൽ ചെന്നാൽ അവിടെ സമാധാനമില്ല, വീട്ടിൽ വന്നാൽ അവിടെ സമാധാനമില്ല, ക്ലബിൽ ചെന്നാൽ അവിടെ സമാധാനമില്ല, പാർട്ടിക്ക് ചെന്നാൽ അവിടെ സമാധാനമില്ല. ആരും എനിക്ക് എന്ത് തരൂല്ല, സമാധാനം തരൂല. എല്ലായിടത്തും നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാണെങ്കിൽ മിക്കവാറും ആരായിരിക്കും പ്രശ്ന കാരണം? നമ്മളായിരിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നമ്മളെ ഫുള്ളി ഫങ്ഷണൽ പേഴ്സൺ ആക്കുക എന്നുള്ളതാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, കാൾ റോജേഴ്സ് ആണ് പറഞ്ഞത്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് കാൾ റോജേഴ്സ്. മഹാനായ ഒരു ഹ്യൂമനിസ്റ്റാണ് കാൾ റോജേഴ്സ്. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഫുള്ളി ഫങ്ഷണൽ പേഴ്സൺ ആയിട്ട് മാറണം. അങ്ങനെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ക്ലാസ്സിലോട്ട് ചെല്ലുക. ആർക്ക് അനുഗ്രഹം? കുട്ടികൾക്ക് അനുഗ്രഹം. അദ്ദേഹം സ്റ്റാഫ് റൂമിലോട്ട് ചെന്നു. ആർക്ക് സമാധാനം? സ്റ്റാഫിന് സമാധാനം. അദ്ദേഹം ഒരു കല്യാണം കഴിച്ചു. ആർക്ക് സമാധാനം? ആ ഹസ്ബൻഡിന് സമാധാനം. അവർക്ക് 3-4 പിള്ളേരുണ്ടായി. ആർക്ക് സമാധാനം? പിള്ളേർക്ക് സമാധാനം, മാതാപിതാക്കൾക്ക് സമാധാനം, എല്ലാവർക്കും സമാധാനം. ഈ ഫുള്ളി ഫങ്ഷണൽ പേഴ്സൺ അല്ലെങ്കിലോ? ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം. അമ്മ പറയുക, TV ഓഫ് ചെയ്യേ, TV ഓഫ് ചെയ്യുമ്പോളെ ഓഫ് ചെയ്യുന്നില്ല. അപ്പം അമ്മ വന്ന് എല്ലാം കൂടെ വലിച്ചു പറിച്ചാൽ കളഞ്ഞു. ഉടനെ കൊച്ചു ബ്ലേഡ് എടുത്ത് ഇങ്ങനെ നിൽക്കുക, ബ്ലേഡ് എടുത്ത് ഇങ്ങനെ നിൽക്കുക. ഇപ്പം ഞാൻ എന്നെ ഞരമ്പ് മുറിക്കുവന്ന്. കുട്ടി ഒട്ടും എന്ത് ചെയ്തിട്ടില്ല, പക്വത പ്രാപിച്ചിട്ടില്ല. എന്താണ് ഈ ഞരമ്പ് മുറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈച്ചയ്ക്കും പൂച്ചയ്ക്കും പോലെ എന്ത് മുറിക്കാം? ഞരമ്പ് മുറിക്കാം. പക്ഷെ അന്തസ്സായിട്ട് ഈ ലോകത്ത് ജീവിച്ച് വിജയിച്ച് കാണിക്കാൻ നട്ടെല്ല് വേണം. ആ സാധനം എല്ലാവരും ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യും. പെട്ടെന്ന് കൈവച്ചൊന്ന് ചെക്ക് ചെയ്യുക, സാധനം ഉണ്ടോന്നുണ്ടല്ല. അതുണ്ടെങ്കിലേ പറ്റൂ ഈ ഭൂമിയിൽ വിജയിക്കാൻ. ഞരമ്പ് മുറിക്കാൻ ആർക്കും എന്ത് ചെയ്യും? വേറൊരാളുടെ മുഖത്ത് ആസിഡ് എറിയാൻ ആർക്കും പറ്റും. പക്ഷേ തന്നെ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന ആളുടെ മുമ്പിൽ അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ച് നല്ല നിലയിലെത്തി. പണ്ട് പുള്ളി പ്രൊപ്പോസ് ചെയ്തപ്പോൾ യെസ് പറഞ്ഞാൽ മതിയായിരുന്നു. നീ പെൺകുട്ടിക്ക് ഭാവിയിൽ തോന്നിപ്പിക്കുന്നതല്ലേ സന്തോഷം? അതോ ബൾബെറിയുന്നതാണോ സന്തോഷം? ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇത് ഈ ബൾബെറിയല്, സൂയിസൈഡ്, ഞരമ്പ് മുറിക്കൽ എല്ലാം ആരാ ചെയ്യുന്നത്? മഹാഭീരുക്കള്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത കഥാപാത്രങ്ങളാണ് ഇങ്ങനെയുള്ള മാർഗങ്ങളിലോട്ട് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. പക്ഷെ നമ്മൾ ആരെയും തള്ളിവിടരുത്. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, വയ്യടാ മടുത്ത് എനിക്കങ്ങ് ചാവാൻ തോന്നുന്നു, പോയി ചാവ് എന്ന് പറയരുത്. ഒന്ന് പറയരുത്. അവർ കയ്യിലപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമോ? നമ്മളെന്തോ പറയണം? നിനക്ക് എന്താ പ്രശ്നം? ഓ ആകെപ്പാടെ ഇനി ആ സാധനവും ചെയ്യണം, ഈ സാധനം ചെയ്യണം, മറ്റേത് എന്നെ എല്ലാം കൂടെ ഭ്രാന്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറയുക, നമ്മൾ ഇതിന് മുമ്പ് BSc പഠിച്ചില്ലേ? ആ സാധനം ഈ സാധനം പ്രോജക്റ്റും അതും ഇതും എല്ലാം ലാബും എല്ലാം ചെയ്തില്ലേ? എത്ര കിട്ടി? 91%. എങ്ങനെ ഒപ്പിച്ചു 91%? പ്രതീക്ഷിച്ചായിരുന്നോ 91? അപ്പോൾ പറയുക, തോക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പം 91 കിട്ടിയില്ലേ? അപ്പം നമ്മൾ എന്തിനേയും ഫേസ് ചെയ്യും? ഇതിനെയും ഫേസ് ചെയ്യും. നമ്മൾ ഇതിനെക്കാട്ടിലും വലിയ സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു?
ഫേസ് ചെയ്തിരിക്കുന്നു എന്ന് കൂട്ടുകാരി പറയുക. ഉടനെ മറ്റേ കൂട്ടുകാരി അതെ കയ്യയുടെ ഫോണിൽ നിന്ന് എങ്ങോട്ടങ്ങ് ചരിഞ്ഞ് പറ ലൈഫിലോട്ടങ്ങ് ചരിഞ്ഞ്. അതേസമയം നമ്മൾ നേരെ പറയുക ആർ യു ഷുവർ, സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കുക ആർ യു ഷുവർ, പോയി ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടങ്ങ് ചാടും, മരണത്തിലോട്ടങ്ങ് ചാടും. ഇതാണ് ഒരാൾ ഡെവലപ്പ് ചെയ്താലുള്ള ഗുണം. ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മടുത്ത് എനിക്ക് വയ്യ, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂല, അങ്ങ് ചത്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളവരെ കൈ ഉയർത്ത്. ആദ്യമേ ജോജു സാറ് കൈ ഉയർത്തി. ആരെ അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാം. ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ തോന്നാത്തവരെ കൈ ഉയർത്ത്. ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ലാത്തവർ വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. എനിക്കങ്ങനെ ചാവാനൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും ജീവിതത്തിലെ മടുപ്പുകൾ ഇങ്ങനെ കയറി വന്ന വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഷറൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദങ്ങൾ, അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ചാവാനൊന്നും ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ ചത്താൽ ആർക്കാ ഗുണം? ആർക്കും ഗുണമില്ല. ആർക്കാ ദോഷം? എല്ലാവർക്കും ദോഷം. നമ്മുടെ അനിയനെ കല്യാണം കഴിക്കാൻ പറ്റൂല, അനിയത്തിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. അമ്മയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കും. അപ്പനാണെന്നുണ്ടെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് സ്ട്രോക്ക് ആവും. നമ്മളെ സ്നേഹിക്കുന്നവർക്കെല്ലാം നമ്മൾ എന്ത് കൊടുക്കുക? പണി കൊടുക്കുക. നമ്മുടെ മുന്നിലുള്ളൊരു പ്രതിസന്ധിയെ ഫേസ് ചെയ്യാതെ നമ്മൾ എസ്കേപ്പ് ചെയ്ത് പോയിട്ട് നമ്മൾ ആർക്ക് പണി കൊടുക്കുക? നമ്മൾ ഒരിക്കലും സങ്കടപ്പെടരുതെന്ന് വിചാരിക്കുന്ന അമ്മയുടെ ജീവിതം നിത്യ കണ്ണീരായി. അമ്മയ്ക്ക് നെഞ്ചുവേദന വരും. നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാതെ തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ് പൊന്നുപോലെ കൊണ്ട് നടന്ന നമ്മുടെ ഫാദർ, പുള്ളിക്ക് എന്താണ് സ്ട്രോക്ക് വരും. ഇങ്ങനെ ഈ ഒളിച്ചോടുന്നതിനെ പറ്റിയൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറുണ്ട്. പുള്ളിയുടെ പേരറിയാമോ? ഒരു പെങ്കൊച്ചിങ്ങനെ ഒളിച്ചോടാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോയിൽ പുള്ളിക്കാരിക്ക് ലിഫ്റ്റ് കൊടുത്ത്, കാറിൽ ലിഫ്റ്റ് കൊടുത്ത് പോകുന്ന വഴിക്ക് ഇങ്ങനെ സംസാരിച്ച് അവസാനം എന്ത് ചെയ്ത് തിരിച്ച് എവിടെ തന്നെ വീട്ടിൽ കൊണ്ടാക്കി. ഈ പെങ്കൊച്ച് എന്താ ഒളിച്ചോടുന്നത്? കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാർ ആരെ സെറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു ചെറുക്കനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവനെ വേണ്ട, ആരെ മതി? ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒളിച്ചോടാൻ വേണ്ടി പോവുക. അവസാനം വീട്ടിൽ കൊണ്ടാക്കുന്നത് ആര് തന്നെ? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ തന്നെ കൊണ്ടാക്കുന്നത് കേട്ടോ. നല്ല വീഡിയോ ആണ്, പുള്ളിയുടെ വീഡിയോസ് കാണണം കേട്ടോ. ചുമ്മാ ഈ കരിക്കും തട്ടിയും മുട്ടിയും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയും കണ്ട് ജീവിതം എന്ത് ചെയ്യരുത്, കളയരുത്. വേണോ അതൊക്കെ വേണം. പുട്ടിനിടയ്ക്ക് എന്തുപോലെ? തേങ്ങാപ്പീര പോലെ. പക്ഷെ ഈടുറ്റ കാര്യങ്ങൾ ധ്രുവ് രാത്തി അറിയാമോ? ധ്രുവിനെ അറിയാമോ? വെരി ഗുഡ്. അലക്സ് പ്ലെയിൻ അറിയാവുന്നവരെ കൈ ഉയർത്ത്. അറിയാം. അനുരാഗ് സ്പീക്സ്. ഇതൊക്കെ IAS ഒക്കെ എഴുതാൻ പോകുന്ന പിള്ളേർ കാണുന്ന ചാനൽസാണ് ഇതൊക്കെ കേട്ടോ. IAS എഴുതാൻ പോകുന്ന പിള്ളേർ. അങ്ങനെയുള്ള ഈടുറ്റ സാധനങ്ങൾ വേണം എന്ത് ചെയ്യാൻ, കാണാൻ. ഇപ്പോൾ നിർമ്മല സീതാരാമൻ സുന്ദരമായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റിനെ പറ്റിയുള്ള അനാലിസിസ് കേട്ടവരെ കൈ ഉയർത്ത്. കേൾക്കണം. നമ്മുടെ നാട്ടിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ആ ബഡ്ജറ്റ് കേൾക്കണം. പറ്റുമെങ്കിൽ വായിക്കണം. അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി ഒരു അനാലിസിസ് എങ്കിലും എന്ത് ചെയ്യണം? കേൾക്കണം. അപ്പോൾ അതിനകത്ത് വന്ന മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്കറിഞ്ഞാലല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സോഷ്യൽ എഞ്ചിനീയർ ആകാൻ പറ്റൂ. സോഷ്യൽ എഞ്ചിനീയർ ആകണം നമ്മൾ. സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരണം.